യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. മറിയയുടെയും അവളുടെ സഹോദരിയായ മാർത്തയുടെയും ഗ്രാമമായ ബേഥാന്യയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയ ആയിരുന്നു കർത്താവിനെ പരിമളതൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസറായിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. അവർ യേശുവിൻ്റെ അടുക്കലേക്ക് ആളയച്ച് പറയിച്ചു. 4 സുവിശേഷങ്ങളിൽ യേശുക്രിസ്തു ചെയ്തതായ അത്ഭുതങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതായ അത്ഭുതങ്ങൾ 33 അത്ഭുതങ്ങളാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ചില അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും കുറച്ച് അത്ഭുതങ്ങൾ കാണാം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കുറച്ച് അത്ഭുതങ്ങൾ, യോഹന്നാൻ്റെ സുവിശേഷത്തിലും കുറച്ച് അത്ഭുതങ്ങൾ. ചില അത്ഭുതങ്ങൾ നമുക്ക് അതാത് സുവിശേഷങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വായിച്ചതായ ഈ അത്ഭുതം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമേ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. റൈറ്റ്. യോഹന്നാൻ, അതായത് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും ചെറിയവൻ. യോഹന്നാൻ 12 ശിഷ്യന്മാരിലും വെച്ച് ഇളയ വ്യക്തിയാണ്. യേശുവിനോട് കൂടുതൽ ചേർന്ന് വസിച്ചവനാണ്. യേശുക്രിസ്തു കൂടുതൽ സ്നേഹിച്ചതായ ശിഷ്യന്മാരിൽ വെച്ച് യോഹന്നാൻ ഒന്നാമനാണ്. ഒരുപക്ഷെ എല്ലാവരിലും ഇളയവൻ എന്ന് വെച്ച് യേശു കർത്താവ് സ്നേഹിച്ചതായിരിക്കും, അറിയില്ല. യോഹന്നാൻ യേശുക്രിസ്തുവിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. 2, യോഹന്നാനെക്കുറിച്ച് വേദപുസ്തകത്തിൽ ചില ഇടങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ച് പരിശോധിക്കുകയാണ് എങ്കിൽ യേശുവിൻ്റെ അമ്മയുടെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്താണത്? മറിയ. മറിയയ്ക്ക് മറ്റൊരു സഹോദരിയുണ്ട്. അവളുടെ പേരാണ് ശലോമി. ആ ശലോമിയുടെ മകനാണ് യോഹന്നാൻ എന്നതാണ് വേദ പണ്ഡിതന്മാരുടെ അഭിപ്രായം. ബൈബിളിൽ പല പല ഇടങ്ങളിൽ കൊടുത്തിരിക്കുന്നതായ വേദപുസ്തകത്തിലെ വാക്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് യേശുക്രിസ്തുവിൻ്റെ അമ്മയായിരിക്കുന്ന മറിയയുടെ സഹോദരിയുടെ മകനാണ് യോഹന്നാൻ എന്ന് കാണാൻ കഴിയും. അതായത് യേശുക്രിസ്തുവിൻ്റെ അനുജനായിട്ട് ബന്ധത്തിൽ വരും. ഒന്നുകിൽ വലിയമ്മയുടെ മകനായിരിക്കണം, അല്ലെങ്കിൽ കൊച്ചമ്മയുടെ മകനായിരിക്കണം. യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയയുടെ സഹോദരിയുടെ മകനാണ് യോഹന്നാൻ. യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയിരിക്കുന്നതായ വ്യക്തി എന്നതാണ് വേദ പണ്ഡിതന്മാരുടെ അഭിപ്രായം. റൈറ്റ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആദ്യം നമ്മൾ കാണുന്നതായ അത്ഭുതം ഗലീലിയ പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നതായ കാനാവിൽ നടന്ന 1-ാമത്തെ അത്ഭുതം നമുക്ക് കാണാൻ കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്ന അവസാനത്തെ അത്ഭുതം ബേഥാന്യ ഗ്രാമത്തിലുള്ള ലാസറിൻ്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതമാണ്. ഇതിനെപ്പറ്റി കുറച്ച് ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ ധ്യാനിക്കുമ്പോൾ യേശുക്രിസ്തു 1-ാമത്തെ അത്ഭുതം എവിടെയാണ് ചെയ്തതായി കാണുന്നത്? കാനാവ് എന്ന ഗ്രാമത്തിൽ വെച്ച് യേശു ആ അത്ഭുതം ചെയ്തതായിട്ട് യോഹന്നാൻ ഭക്തൻ എഴുതിയിരിക്കുന്നു. അതേ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ താൻ രേഖപ്പെടുത്തിയിരിക്കുന്നതായ അത്ഭുതങ്ങളിൽ അവസാനത്തെ അത്ഭുതം എവിടെയാണ് നടന്നത്? ബേഥാന്യ ഗ്രാമത്തിൽ. ഇനി ശ്രദ്ധിക്കുക, കാനാവിൽ കർത്താവ് എവിടെ വെച്ചാണ് ഒരു അത്ഭുതം ചെയ്തത്? ഒരു കുടുംബത്തിൽ. ബേഥാന്യ ഗ്രാമത്തിൽ യേശു കർത്താവ് ചെയ്തതായ അത്ഭുതവും ഒരു വീട്ടിൽ തന്നെയായിരുന്നു. റൈറ്റ്. കാനാവിൽ കർത്താവ് ചെയ്തതായ അത്ഭുതം എവിടെ വെച്ചായിരുന്നു? വിവാഹത്തിൽ അത്ഭുതം ചെയ്തു. എന്നാൽ ബേഥാന്യ ഗ്രാമത്തിൽ യേശുക്രിസ്തു ചെയ്തതായ അത്ഭുതം കല്ലറയിലായിരുന്നു. അവിടെ വിവാഹത്തിൽ അത്ഭുതം ചെയ്തു, ഇവിടെയോ കല്ലറയിൽ അത്ഭുതം ചെയ്തു. അവിടെ വെച്ച് കാനാവ് എന്നതായ നാട്ടിൽ ഒരു കുടുംബത്തിൽ അത്ഭുതം ചെയ്തു. ഇവിടെ ബഥാന്യ എന്ന ഗ്രാമത്തിലും ഒരു കുടുംബത്തിൽ തന്നെയാണ് അത്ഭുതം ചെയ്തത്. അവിടെ ഒരു വിവാഹത്തിൻ്റെ മധ്യയിലുണ്ടായതായ പ്രശ്നത്തിൻ്റെ നടുവിൽ അവരുടെ
സന്തോഷം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് ദൈവം അത്ഭുതം ചെയ്തു. എന്നാൽ ഇവിടെ സന്തോഷകരമായൊരു അവസ്ഥയല്ല, ഇവിടെ സന്താപം കൊണ്ട് നിറഞ്ഞ അവസ്ഥയാണ്. മാർത്തയും മറിയയും കണ്ണുനീരൊഴുക്കിക്കൊണ്ട് കരയുകയാണ്. അങ്ങനെ കണ്ണുനീരൊഴുക്കുന്നതായ ആ കുടുംബത്തിൽ ഉണ്ടായ ആ പ്രശ്നത്തെ തീർക്കുവാനായിട്ട് യേശുക്രിസ്തു എന്തു ചെയ്തു? അത്ഭുതം ചെയ്തു. അതായത് ഈ രണ്ടിടങ്ങളിലും യോഹന്നാൻ ഭക്തൻ എഴുതിയിരിക്കുന്നതായ അത്ഭുതങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ അവയ്ക്ക് തമ്മിൽ കുറേയൊക്കെ ബന്ധമുണ്ടെന്ന് കാണാൻ കഴിയും. ഒന്നാമത്തെ അത്ഭുതം ഒരു കുടുംബത്തിലാണ് നടന്നത്. യോഹന്നാൻ എഴുതിയിരിക്കുന്ന അവസാനത്തെ അത്ഭുതം, അതായത് 11-ാം അധ്യായത്തിൽ, അതും ഒരു കുടുംബത്തിലാണ് നടന്നത്. ഒന്നാമത്തേത് കാനാ എന്ന നാട്ടിലാണ് നടന്നത്. ഇവിടെ ബഥാനിയ എന്ന ഗ്രാമത്തിലാണ് നടന്നത്. ഒരിടത്ത് സന്തോഷത്താൽ ജനങ്ങളായിരിക്കുന്ന സമയത്ത് കർത്താവ് അവിടെ അത്ഭുതം ചെയ്യുന്നു. ഇവിടെയാണെങ്കിലോ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് കരയുന്നതായ സമയത്താണ് കർത്താവ് അത്ഭുതം ചെയ്തത്. ബേഥാനിയ എന്ന ഗ്രാമം യെരുശലേമിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ദൂരത്താണുള്ളത്. എത്ര കിലോമീറ്ററാണ്? 3 കിലോമീറ്റർ ദൂരത്താണുള്ളത്. ബേഥാനിയ ഗ്രാമത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ എന്തുകൊണ്ട് സംസാരിക്കുന്നു? അതൊരു മഹാപട്ടണമാണോ? ഒരിക്കലുമല്ല. പിന്നെ എന്തുകൊണ്ടാണ് ബേഥാനിയ ഗ്രാമത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? കാരണം അറിയാമോ? ബേഥാനിയ ഗ്രാമം യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടിരുന്നു. അതായത് ബേഥാനിയ ഗ്രാമത്തിലുണ്ടായിരുന്നതായ മാർത്തയും മറിയയും അതുപോലെ ലാസറും ആ ഗ്രാമത്തിലേക്ക് യേശുക്രിസ്തു കടന്നു വന്നപ്പോൾ അവർ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടു. ബേഥാനിയ ഗ്രാമത്തിനടുത്ത് തന്നെയാണ് യെരുശലേം പട്ടണം ഉള്ളത്. എന്നാൽ വളരെ ദുഃഖകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇസ്രായേൽ രാജ്യത്തിൻ്റെ പ്രധാന സിറ്റിയായിരിക്കുന്ന മുഖ്യ പട്ടണമായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ യെരുശലേം മാത്രം കർത്താവിനെ തിരസ്കരിച്ചു. അതുകൊണ്ടാണ് ഒരിടത്ത് കർത്താവ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യെരുശലേമേ, യെരുശലേമേ, ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകടിയിൽ കാത്തു പരിപാലിക്കുന്നത് പോലെ ഞാൻ നിന്നെ കാത്തു പരിപാലിക്കാൻ ആഗ്രഹിച്ചു, എന്നാൽ നീ എൻ്റെ നേരെ തിരിയാനിടയായി. പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞവളേ, നിനക്ക് കഷ്ടം. അതേ, ഇന്ന് ബഥാനിയ ഗ്രാമത്തിൽ നടന്നതായ അത്ഭുതത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ മാർത്തയും മറിയും ലാസറുമൊക്കെ ധനവാന്മാരാണോ? പേരും പ്രശസ്തിയുമുള്ളവരാണോ? ഒരിക്കലുമല്ല. അവരുമൊരു സാധാരണ കുടുംബത്തിൽപ്പെട്ടവരായ ആളുകളാണ്. അവരെക്കുറിച്ച് ഇന്ന് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കാരണമെന്താണെന്ന് വെച്ചാൽ ഒരേ ഒരു കാര്യം, ബേഥാനിയ എന്ന ഗ്രാമത്തിൽ ലാസറും മാർത്തയും മറിയയും അടങ്ങുന്നതായ ഇടത്തരം കുടുംബത്തിൽ ആ കുടുംബം യേശുവിനെ കൈക്കൊണ്ടു. അവർ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുകൊണ്ട് മാത്രമാണ് ദൈവം ആ കുടുംബത്തെ ലോകം മുഴുവൻ അറിയത്തക്ക രീതിയിൽ അനുഗ്രഹിച്ച് ഉയർത്തിയത്. സഹോദര സഹോദരി, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ മാർത്തയെക്കുറിച്ച്, മറിയെക്കുറിച്ച്, ലാസറിനെക്കുറിച്ച് അനേകം കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നു. എന്നാൽ യെരുശലേം യേശുക്രിസ്തുവിനെ തിരസ്കരിച്ചപ്പോൾ ബേഥാനിയ ഗ്രാമം യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടു. യെരുശലേമിലുണ്ടായിരിക്കുന്നതായ മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ, ന്യായപ്രമാണം പഠിപ്പിക്കുന്നവർ, അതുപോലെ പരീശന്മാർ യേശുവിനെ എതിർത്തപ്പോൾ അവരുടെ പേരുകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ കഴിയില്ല. എന്നാൽ യേശുവിനെ കൈക്കൊണ്ടവരുടെ, യേശുക്രിസ്തുവിനെ സ്നേഹിച്ചതായ ഈ കുടുംബത്തിൻ്റെ പേര് കർത്താവ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അർത്ഥമറിയാമോ? നീ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുന്നില്ല എങ്കിൽ നീ എത്ര വലിയവനാണെങ്കിലും ശരി, ക്രിസ്തീയ സമൂഹമേ കേൾക്കുന്നുണ്ടോ? ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിലും, എത്ര സൗന്ദര്യമുള്ളവനാണെങ്കിലും, എത്ര വലിയ കലാകാരനാണെങ്കിലും, എത്ര വലിയ സ്പോർട്സ്മാൻ ആണെങ്കിലും, പേരും പ്രശസ്തിയുമുണ്ടെങ്കിലും, എത്ര സമ്പത്തുണ്ടെങ്കിലും, പദവികളുണ്ടെങ്കിലും, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നില്ല എങ്കിൽ നിന്റെ ജീവിതം ശൂന്യമാണ്. നീ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുകയാണ് എങ്കിൽ, നിന്റെ കുടുംബത്തിലേക്ക് അവനെ കൊണ്ടുവന്നാൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തും. യെരുശലേമിലുണ്ടായിരുന്ന അനേകം ആളുകളെ നോക്കുക. അവർ യേശുവിനെ തള്ളിക്കളഞ്ഞു, ആരുമറിയാതെ പോയി. യേശുവിനെ കൈക്കൊണ്ടതായ ഒരു പാവപ്പെട്ട കുടുംബത്തെ നോക്കുക. ഒരു ഇടത്തരം കുടുംബത്തിൻ്റെ സ്ഥിതി നോക്കൂ. അവരുടെ പേരുകൾ എഴുതിയിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു.
അതായത് സഹോദര സഹോദരി, യേശുക്രിസ്തുവിനെ കൈക്കൊള്ളണമെന്നുണ്ടെങ്കിൽ നിനക്ക് പണമുണ്ടായിരിക്കണമെന്നൊന്നുമില്ല, നിന്റെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധമില്ല, നിന്റെ സമ്പത്തുമായിട്ട് അതിനെ ബന്ധമില്ല. യേശുവിനെ കൈക്കൊള്ളണമെന്നുണ്ടെങ്കിൽ, അവനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ 1 രൂപ പോലും മുടക്കേണ്ടതില്ല, 1 രൂപ പോലും ചിലവഴിക്കേണ്ടതില്ല. യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുവാനായിട്ട്, നിന്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് 1 രൂപ പോലും നിനക്ക് ചിലവഴിക്കേണ്ടതായ കാര്യമില്ല. അതിനായി അവനെ നീ ഒന്ന് ക്ഷണിച്ചാൽ മാത്രം മതി. അവൻ സന്തോഷത്തോടെ നിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കും. നിന്റെ ഗൃഹത്തിൽ കടന്നുവന്ന് അവൻ നിവസിക്കും. അത്ര അത്ഭുതവാനായ ദൈവമാണവൻ. അടുത്തടുത്തുള്ള ഗ്രാമങ്ങൾ തന്നെയാണ്. ഒന്ന് യെരുശലേം, മറ്റൊന്ന് ബെഥാനിയ. ഒരാൾ യേശുവിനെ തള്ളിക്കളഞ്ഞു, ഒരാൾ യേശുവിനെ കൈക്കൊണ്ടു. ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ സഹോദരി സഹോദര, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. അപ്പോൾ നമ്മുടെ കാര്യം എന്താണ്? യെരുശലേമിലുള്ള ആളുകൾ ആരാണ്? അബ്രഹാമിൻ്റെ സന്തതികൾ. അബ്രഹാം ആരെയാണ് സേവിച്ചത്? യഹോവയായ ദൈവത്തെ സേവിച്ചു. യെരുശലേമിലുണ്ടായിരുന്നതായ ആളുകൾ അബ്രഹാമിൻ്റെ സന്തതികളായിരുന്നിട്ടും യഹോവയെ ആരാധിച്ച് പോന്നിട്ടും ക്രിസ്തുവിനെ അംഗീകരിക്കാതെ അവർ ഒരുപാട് വഴിതെറ്റിപ്പോയി, നശിച്ചുപോയി. അതുപോലെ എൻ്റെ മുത്തച്ഛൻ വലിയൊരു ഭക്തനാണ്, എൻ്റെ അപ്പൻ വലിയൊരു പാസ്റ്ററാണ്, എൻ്റെ മുത്തച്ഛൻ വലിയൊരു ബിഷപ്പാണ്, എൻ്റെ അപ്പൻ വലിയൊരു സുവിശേഷകനാണ്. ഇവയൊക്കെ പറയുന്നത് നല്ലതാണ്. എന്നാൽ നിന്റെ കാര്യമെന്താണ്? എത്ര വലിയ ദൈവദാസൻ്റെ മകനാണെങ്കിലും, എത്ര വലിയ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിലും, തലമുറയായി ക്രിസ്ത്യാനികളായി ജീവിക്കുന്ന വീട്ടിൽ ജനിച്ചവനാണെങ്കിലും, നിന്റെ ജീവിതത്തിൽ നീ ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നില്ല എങ്കിൽ, വ്യക്തിപരമായ നിന്റെ ഹൃദയത്തിൽ യേശു കർത്താവിന് ഇടം കൊടുക്കുന്നില്ല എങ്കിൽ, നിന്റെ പിതാവും നിന്റെ കുടുംബത്തിലുണ്ടായിരിക്കുന്ന പൂർവികന്മാരും അവരൊക്കെ എത്ര വലിയ വിശ്വാസികളാണെങ്കിലും ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിലും, യേശുക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് നിന്റെ ജീവിതത്തിൽ നീ കൈക്കൊള്ളുന്നില്ല എങ്കിൽ എന്താണ് പ്രയോജനം? ഒരു നിമിഷം ചിന്തിക്കുക. ബെഥാനിയ എന്ന ഗ്രാമത്തിൽ മാർത്തയും മറിയയും ലാസറും, ചേച്ചിയും അനുജത്തിയും അനുജനും. അവരുടെ മാതാപിതാക്കന്മാരെക്കുറിച്ച് പറയുന്നില്ല. ഒരുപക്ഷേ അവർ മരണപ്പെട്ടിരിക്കാം. ആ വീട്ടിലുള്ള ഏക ആൺതുണ ലാസർ മാത്രമാണ്. ലാസർ എന്ന പേരിൻ്റെ അർത്ഥമറിയാമോ? ദൈവമാണ് എൻ്റെ സഹായം. എത്ര നല്ല പേരാണല്ലേ! ദൈവമാണ് എനിക്ക് സഹായം. പുതിയ നിയമത്തിൽ 2 പേരുകൾ ലാസർ എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു സന്ദർഭം ഇവിടെ, മറ്റൊരു പേര് യേശുക്രിസ്തു പറഞ്ഞതായ ഉപമകളിൽ ഒരു ഉപമയിൽ ധനവാനെക്കുറിച്ചും ഒരു ലാസറിനെക്കുറിച്ചും പറയുന്നുണ്ട്. ധനവാൻ തനിക്കുണ്ടായിരുന്ന പണവും സമ്പത്തുമൊക്കെ ആസ്വദിച്ച് തൻ്റെ ജീവിതത്തിൽ സുഖമനുഭവിച്ചു. എന്നാൽ ലാസറാണെങ്കിലോ ദൈവത്തോട് ഭയവും ഭക്തിയും ഉണ്ടായിരുന്നപ്പോഴും ആരോഗ്യമില്ലാതെ ഒരുപാട് കഷ്ടത അനുഭവിച്ചു. ശരീരം മുഴുവനും വ്രണങ്ങളായിരുന്നു. വ്രണങ്ങൾ അഴുകിത്തുടങ്ങി. അങ്ങനെ രോഗം ബാധിച്ച് വ്രണങ്ങളായി, കുരുക്കളായി, ഭാരപ്പെട്ട് കഷ്ടത അനുഭവിച്ചു. ഇവിടുത്തെ ലാസറിൻ്റെ കാര്യവും നമ്മൾ വായിച്ചതുപോലെ തന്നെ രോഗം ബാധിച്ച് കിടപ്പിലാകാനിടയായി. ഇവിടെ ഈ രോഗം എന്നുള്ളതായ പദത്തിന് ഗ്രീക്കിൽ ഇസ്തോണിയ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം മരണകരമായ രോഗം ബാധിച്ച സ്ഥിതിയെന്നാണ്. ഇവിടെ പറഞ്ഞ ലാസറിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണ്. അവിടുത്തെ ലാസറിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണ്. ഇവിടെ പറയുന്ന ലാസർ യേശുവിനെ വിശ്വസിച്ചു ദൈവമായിട്ട് അംഗീകരിക്കുവാനിടയായി. അവിടെ പറയുന്ന ലാസറും ദൈവത്തിൽ വിശ്വസിച്ചവനായ നല്ലൊരു വിശ്വാസിയായിരുന്നു. ഇവിടെയുള്ള ലാസർ അവർ പറഞ്ഞതായ വാർത്ത അനുസരിച്ച് അനാരോഗ്യത്താൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ധനവാന്റെ കഥയിൽ പറയുന്നതായ ലാസറും രോഗം ബാധിച്ച് കഷ്ടത അനുഭവിക്കുന്നു. അവിടെ കഥയിൽ പറയുന്നതായ ലാസറും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് എവിടെയാണ് പോയത്? പർദീസയിൽ അബ്രഹാമിൻ്റെ മടിയിൽ ഇരിക്കുവാൻ, ആശ്വസിക്കുവാൻ കടന്നുപോയി. ഇവിടെ പറയുന്ന ലാസറും മരിച്ചുപോയി. എന്നാൽ കാണുന്നു അവൻ ഉയർത്തെഴുന്നേറ്റ്. 12-ാം അധ്യായത്തിൽ കാണുന്നു കർത്താവിനോടൊപ്പം അവൻ ആഹാരം കഴിച്ചു. ഇവിടെ നോക്കുമ്പോൾ ഒരു ലാസർ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ദൈവത്തോടൊപ്പം ഇരിക്കാനായി പോയി. ഈ ലാസർ മരിച്ചു, എന്നാൽ ഉയർത്തെഴുന്നേറ്റ് യേശുവിനോടൊപ്പം ആഹാരം കഴിക്കുന്നു. വിചിത്രം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ 2 പേരുടെയും ജീവിതത്തിൽ പല സാദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും.
അതേസമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യങ്ങളും ഉണ്ട്. കർത്താവിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഒരു കഷ്ടതയും വരില്ല. യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുക, ഒരു ബുദ്ധിമുട്ടും വരില്ല, ഒരു ഞെരുക്കങ്ങളും വരില്ല, നിങ്ങൾക്ക് രോഗം വരില്ല. യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ കഷ്ടതയെല്ലാം മാറിപ്പോകും, നിങ്ങളുടെ രോഗങ്ങളെല്ലാം മാറിപ്പോകും, സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറിപ്പോകും, അത്ഭുതങ്ങൾ സംഭവിക്കും. ഇങ്ങനെ ആരെങ്കിലും ഒരുപക്ഷെ നിങ്ങളെ ഉപദേശിക്കുന്നുവെങ്കിൽ ദയവ് ചെയ്ത് ഒരു നിമിഷം ആലോചിക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അതെ, ഞാൻ പ്രസംഗിക്കുന്നതായ കർത്താവായ യേശുക്രിസ്തു അത്ഭുതവാനാണ്, ഒരു സംശയവുമില്ല. അവൻ അതിശയവാനാണ്, ഒരു സംശയവുമില്ല. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം കഷ്ടത വരില്ല, ബുദ്ധിമുട്ടുകൾ വരില്ല, രോഗങ്ങൾ വരില്ല, ഞെരുക്കങ്ങൾ വരില്ല എന്ന് പറയുവാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ബൈബിളിൽ പറയുന്നു, നീതിമാനുണ്ടാകുന്നതായ അനർത്ഥങ്ങൾ അനേകമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരായിരുന്ന അനേകം ആളുകൾ പല കഷ്ടതകളുടെ നടുവിൽ കൂടിയും പോയിട്ടുണ്ട്. യേശുക്രിസ്തു തന്നെ യാത്ര ചെയ്ത് പോയതായ ആ പടക് കൊടുങ്കാറ്റിൽ അകപ്പെട്ടുപോയി. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരുന്നതായ പടക് ചുറ്റും അലയടിച്ചുയരുന്ന വലിയ സമുദ്രത്തിൻ്റെ തിരമാലകളിൽപ്പെട്ട് ആടി ഉലയുവാനിടയായി. അവർ വിചാരിച്ചു അവരുടെ ജീവിതം അവസാനിക്കാൻ പോകുകയായിരുന്നുവെന്ന്. യേശുക്രിസ്തുവിനെ തന്നെ അനുസരിക്കുന്ന, യേശുക്രിസ്തുവിനെ പിന്തുടരുന്ന, യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്ന ആളുകളായിരുന്നിട്ടും അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായി. അതിൻ്റെ അർത്ഥം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലും കഷ്ടതകൾ വരും. യേശുവിനെ വിശ്വസിച്ചാലും പ്രതിസന്ധികളുണ്ടാകും, പരിശോധനകൾ വരും, ഞെരുക്കവും ദുഃഖവും ഉണ്ടാകും, തടസ്സങ്ങൾ ഉണ്ടാകും. മറന്നുപോകരുത്, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ട്, നോക്കാം. മറിയയുടെയും അവളുടെ സഹോദരിയായ മാർത്തയുടെയും ഗ്രാമമായ ബേഥാനിയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ദീനമായെന്ന് കാണുന്നു. 3-ാം വാക്യം, അവൻ്റെ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു. കർത്താവേ, എന്താണ് കർത്താവേ, നിനക്ക്, അടുത്തത് വായിക്കൂ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. എന്താണ് കാണുന്നത്? യേശുവേ, നിനക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി നിൽക്കുന്ന ഞങ്ങളുടെ അനുജൻ രോഗമായി കിടക്കുന്നുവെന്ന് പറഞ്ഞില്ല. നിനക്കാരാണ് ഏറ്റവും കൂടുതൽ പ്രിയം? നീ ആരെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത്? നീ ഒരുപാട് സ്നേഹിക്കുന്നവനായിരിക്കുന്ന ആ ഞങ്ങളുടെ അനുജൻ ലാസർ രോഗം പിടിച്ച് കിടക്കുകയാണ് കർത്താവേ. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്താൽ നീ സ്നേഹിക്കപ്പെടുകയാണെങ്കിൽ, എത്രത്തോളം ദൈവം നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും, എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെങ്കിലും, ചില സന്ദർഭങ്ങളിൽ ആ ദൈവം തന്നെ നിൻ്റെ ജീവിതത്തിൽ ചില കഷ്ടതകളെ അനുവദിക്കും, ചില വേദനകൾ അനുവദിക്കാറുണ്ട്, ചില ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളുമൊക്കെ അനുവദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? വീണ്ടും പറയട്ടെ, നിൻ്റെ ശരീരം നല്ല ആരോഗ്യത്തോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിനത്യാവശ്യമാണ് ദിനംതോറുമുള്ള വ്യായാമം. അല്ലെങ്കിൽ 1 മണിക്കൂർ ഓടണം. ഓടുക എന്നത് ആർക്കും താല്പര്യമുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ ചിലർ നടക്കുന്നത് തന്നെ മറന്നുപോയിരിക്കുന്നു. എന്താണ്? നടക്കുന്നത് തന്നെ മറന്നു. നടക്കുന്നതിനെ വലിയ കഷ്ടമാണ്. പിന്നെ ഓടുന്ന കാര്യമാണെങ്കിൽ പറയണ്ട. അങ്ങനെയുള്ളവർക്ക് ഓടുവാനായിട്ട് കഴിയുമോ? കാരണം നമ്മുടെ ഈ ശരീരം കുറേയൊക്കെ സുഖം അനുഭവിക്കുന്നു, ഒരുപാട് സൗകര്യങ്ങൾ അനുഭവിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ എല്ലാ ദിവസവും ഏകദേശം 10,000 ചുവടുകൾ വയ്ക്കണം. ഇത് കേട്ടപ്പോൾ അടുത്തിരിക്കുന്ന വ്യക്തി ഒന്ന് നോക്കണം, അയാളുടെ മുഖത്ത് ജീവനുണ്ടോ എന്ന് നോക്കണം. എന്താണ്? നിങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും എത്ര ചുവടുകൾ വയ്ക്കണം? 10,000 ചുവടുകൾ വയ്ക്കണം. ചിലരാണെങ്കിൽ ഓഫീസിൽ ജോലി ചെയ്യുന്ന കാണാം. റിവോൾവിംഗ് ചെയറിലാണ് അവർ ഇരിക്കാറുള്ളത്. അടുത്തൊരു ടേബിൾ ഉണ്ടെന്നിരിക്കട്ടെ, എഴുന്നേൽക്കില്ല. ഇരിക്കുന്ന ആ റിവോൾവിംഗ് ചെയറിലെ അതിങ്ങനെ നിരക്കിക്കൊണ്ടുവരും. അതാണ്, ഇറങ്ങില്ല. അവസാനം പിന്നെ വേറെ കാര്യം വന്നാലും ആ ചെയറിൽ നിന്ന് ഇറങ്ങാതെ അതിലിങ്ങനെ തെന്നിപ്പോകും. സാധനമെടുത്തുകൊണ്ട് വരും. അപകടമാണ്. ദയവുചെയ്ത് ശ്രദ്ധിക്കുക. എത്രത്തോളം നീ ആരോഗ്യത്തോടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം നിൻ്റെ ശരീരം
നുറുങ്ങേണ്ടത് ആവശ്യമാണ്. പറയുക, ജോലി ചെയ്യണം. എത്ര മൂർച്ചയുള്ള കത്തിയാണെങ്കിലും ഉപയോഗിക്കാതിരുന്നാൽ അതിൽ കുറേയൊക്കെ തുരുമ്പ് പിടിക്കാനിടയാകും. അതുപോലെ നീ ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ ഈ ശരീരത്തിന് എന്ത് ഉണ്ടായിരിക്കണം? അധ്വാനം. സഹോദരിമാരെ, നിങ്ങൾക്കൊരു കാര്യമറിയാമോ? ജ്ഞാനമുള്ള സ്ത്രീ എന്താണ് ചെയ്യുന്നത്? തൻ്റെ വീട് പണിയുന്നു. ജ്ഞാനമുള്ളവളായ സ്ത്രീ തൻ്റെ വീട് പണിയുന്ന പ്രക്രിയയിൽ എപ്പോഴാണ് ഉണരുന്നത്? അതികാലത്ത് തന്നെ ഉണരുന്നു. നിങ്ങൾ ജ്ഞാനമുള്ള സ്ത്രീകളാണോ ജ്ഞാനമില്ലാത്ത സ്ത്രീകളാണോ എന്നറിയണമെങ്കിൽ അത് വളരെ സിമ്പിളായ കാര്യമാണ്. ബുദ്ധിയുള്ളവരാണെങ്കിൽ എന്തു പറയും? അതികാലത്ത് എഴുന്നേൽക്കും. ബുദ്ധിയില്ലാത്തവളാണെങ്കിൽ അലാറം വെച്ചുകൊണ്ട് എഴുന്നേൽക്കും. ഇല്ലെങ്കിൽ അവളുടെ ഭർത്താവ് വന്ന്, എഴുന്നേൽക്കടി, എഴുന്നേൽക്കടി, 7 മണിയായി, എഴുന്നേൽക്കടി, എഴുന്നേൽക്കടി. ആ വീട്ടിലേക്ക് എന്താണ് വരുന്നത്? ഉറക്കെ പറയുക. നിങ്ങൾക്ക് നന്നായി അറിയാം. ദാരിദ്ര്യം കടന്നു വരും. ശരി, പ്രിയ സഹോദരിമാരെ, ഞാൻ പറയുന്നത് ഇതാണ്. ഒരു സാമാന്യ സ്ത്രീ തൻ്റെ വീട്ടിലെ പണിയും അടുക്കള പണിയുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 6 കിലോമീറ്ററോളം തൻ്റെ വീട്ടിൽ തന്നെ അവൾ നടക്കും. ഞാൻ സംസാരിക്കുന്നത് ഏത് സ്ത്രീയെക്കുറിച്ചാണ്? ഏത് സ്ത്രീയെക്കുറിച്ചാണ്? ഉറക്കെ പറയൂ. ആരാണ്? നിങ്ങളല്ലേ? നിങ്ങൾക്ക് പറയാമല്ലോ എന്നെക്കുറിച്ചാണ് പറയുന്നതെന്ന്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേര് നിങ്ങൾ പറയാത്തത്? വാസ്തവത്തിൽ വീട്ടിലെ അടുക്കള ജോലിയും വീടുപണിയുമൊക്കെ ചെയ്യുന്നവളായ സ്ത്രീ ഏകദേശം ഒരു ദിവസം 6 കിലോമീറ്ററുകൾ നടക്കുന്നു എന്നാണ്. ആരോഗ്യത്തോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ സഹോദരിമാരെ, കഷ്ടപ്പെട്ട് ജോലി ചെയ്യുക. ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ ശരീരം കൊണ്ട് നിങ്ങൾ അധ്വാനിക്കുക. മനുഷ്യൻ സാധാരണമായിട്ട് എന്താണ് ആഗ്രഹിക്കുന്നത്? സുഖമാണ് ആഗ്രഹിക്കുന്നത്, സ്വസ്ഥതയാണ് ആഗ്രഹിക്കുന്നത്, സൗകര്യങ്ങൾ ആഗ്രഹിക്കുന്നു, രോഗങ്ങൾ വരുത്തിവെക്കുന്നു. ഏത് ശരീരമാണോ അധ്വാനിക്കുന്നത്, ഏത് ശരീരമാണോ കഷ്ടപ്പെടുവാൻ ഇഷ്ടപ്പെടുന്നത്, ആ ശരീരം ആരോഗ്യത്തോടെ ഇരിക്കും. ദയവിച്ചത് മനസ്സിലാക്കുക. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കത്തിക്കാണ് നല്ല മൂർച്ചയുള്ളത്. നിന്റെ ശരീരത്തിൽ നീ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് മൂർച്ചയുണ്ടായിരിക്കും, നല്ല ആരോഗ്യമുണ്ടായിരിക്കും. ഈ വിഷയത്തെ മറന്നുപോകരുത് പ്രിയ സഹോദരി, സഹോദര. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യമെന്നത് അത്യാവശ്യമാണ്. ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമ്മുടെ ശരീരം തുരുമ്പ് പിടിക്കാതെ സൂക്ഷ്മതയോടെ കാക്കണം. മഹാപരിശുദ്ധനായ സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നിന്റെ പ്രാണനെ തന്നെ ഞങ്ങൾക്ക് തന്നുവല്ലോ. എങ്കിൽ ചെറിയ ചെറിയ ഞങ്ങളുടെ ആവശ്യങ്ങൾ നൽകുക എന്നത് നിനക്ക് വലിയ കഷ്ടമുള്ളതല്ലോ. ഞങ്ങൾ ചോദിക്കുന്നതിലും ഞങ്ങൾ നനയ്ക്കുന്നതിലും അത്യന്തം അത്യന്തം പരമായ ഒരുപാട് അത്ഭുതങ്ങൾ നീ ചെയ്തിട്ടുണ്ട്. ഇനിയും നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുകയും ചെയ്യും. എപ്പോൾ വേണമെങ്കിലും നീ ചെയ്യും. പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിന്റെ കരത്തിൽ തരുന്നു. പരിപാലിക്കണമേ. ഞങ്ങളുടെ പ്രാണാത്മ ശരീരങ്ങളെ നിന്റെ കയ്യിൽ സമർപ്പിക്കുകയാണ്. ഞങ്ങളെ ദർശിക്കണമേ. പ്രശ്നമെന്താണെന്ന് കാണണമേ. രോഗമെന്താണെന്ന് കാണണമേ. ബലഹീനത എന്താണെന്ന് കാണണമേ. ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ നിന്റെ കരത്തിലേക്ക് തരികയാണ്. ഒരു നിമിഷം നോക്കണമേ. ബലപ്പെടുത്തണമേ. സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങളുടെ ജോലിയെ, ഞങ്ങളുടെ വ്യാപാരത്തെ, ഞങ്ങളുടെ പ്രവൃത്തിയെ, ഞങ്ങളുടെ കൃഷിയെ നിന്റെ കരത്തിൽ തരികയാണ്. നീ കാക്കും, നീ സംരക്ഷിക്കും. അതിൽ ഒരു സംശയവും ഇല്ല കർത്താവേ, 1% പോലുമില്ല. നീ സംരക്ഷിക്കുന്നില്ല എങ്കിൽ ആർക്കും ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിയും? നിന്റെ കരത്തിലേക്ക് ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുകയാണ്. വിശ്വാസത്തോടുകൂടി നന്ദിയും സ്തുതിയും അർപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.